അഡ്വക്കേറ്റ് ശിവപ്രകാശ്, ഇപ്പോൾ ഈ CBI കേസിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്. ചില ഉപാധികളുണ്ട്, അതിന്റെയൊക്കെ വ്യക്തതയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിയമപോരാട്ടത്തിൽ നേരിട്ട് ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചതിൽ കെജ്രിവാൾ അത്തരത്തിൽ വിജയം കണ്ടു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അവസാനം നിയമം അതിന്റെ ശരിയായിട്ടുള്ള ദിശയിൽ പോകുമെന്നും തെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് വ്യക്തമായ കോടതിയുടെ നല്ല രീതിയിലുള്ള കൺസെഷൻ ലഭിക്കുമെന്ന് കാണിക്കുന്ന ഒരു തെളിവാണ് ഇന്ന് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതുപോലുള്ള കേസുകൾ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചു കാലം നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം പ്രകാരം എന്ത് കേസിലും ഒരു വലിയൊരു കാലയളവ് ആളുകളെ പിടിച്ച് ജയിലിൽ ഇടുന്നതിനുള്ള വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. ഒരേ കേസിൽ ഒരാൾ ഇത്രയും കാലം ജയിലിൽ കിടന്നപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഒരു കേസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അതേ ആള് വീണ്ടും അറസ്റ്റ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഇതേ ഇഷ്യൂവിൽ വേറൊരു ഏജൻസി നടത്തിയ അന്വേഷണത്തിന്റെ മുഴുവൻ സാധ്യതകളും പരിശോധിച്ച് നിയമവശങ്ങൾ പരിശോധിച്ച് സുപ്രീം കോടതി ജാമ്യം കൊടുത്ത ഒരു കേസിൽ തന്നെ നൂലാമാലകൾ സൃഷ്ടിച്ച് ഒരു ഭരണാധികാരിയെ അയാളുടെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുക, അയാളുടെ ചുമലിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ഒരു വളരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിട്ട് ഒരു കേസാണെന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ഇതിന് മുമ്പ് തന്നെ ജാമ്യം കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ ജാമ്യം ലഭിച്ചതിൽ നിയമം ഭാഗത്ത് ജോലി ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും വളരെയധികം സന്തോഷമാണുള്ളത്. ഇതുകുറിച്ച് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു. ഇതുപോലുള്ള ഗൂഢാലോചനകളും കാര്യങ്ങളും കോടതി മനസ്സിലാക്കുകയും നേരത്തെ തന്നെ ജാമ്യം നൽകേണ്ടതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് അന്തിമമായി സംഭവിക്കേണ്ടത്. ഇതുപോലുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കത്തിന്, രാഷ്ട്രീയപരമായ നീക്കത്തിന് കോടതി തടയിട്ടുകൊണ്ട് നിയമം പരിപൂർണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, മാധ്യമപ്രവർത്തക ശ്രീമതി ലിസ് മാത്യു